ലത സുർജിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ട്രാവൽ വ്ളോഗാണ് ഇടുന്നത്. അതായത് ആസാം മേഘാലയ ട്രിപ്പ് സോമൻസ് ട്രാവൽസിൻ്റെ കൂടെ പോയിരുന്നു. 19-ാം തീയതി രാവിലെ 5:15 ഇൻഡിഗോ ഫ്ലൈറ്റിനാണ് പോയത്. എൻ്റെ സിസ്റ്ററിൻലോ ലത സുരേഷാണ് കൂടെ ഉള്ളത്. അങ്ങനെ ഞങ്ങളൊരു 6:30 ആവുന്ന സമയത്ത് ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ വഴിയുള്ള ഫ്ലൈറ്റിനായിരുന്നു പോയത്. അത് കഴിഞ്ഞ് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 8:45 ഗുവാഹട്ടിയിലേക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ ഗുവാഹട്ടിയിൽ എത്തി. പിന്നെ എല്ലാവരുമായിട്ട് എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ടുള്ളതാണിത്. ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടിയതാണ്. അവിടെ ഞങ്ങളെ റിസീവ് ചെയ്യാൻ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, ലോക്കൽ ഗൈഡ്. കന്നക്ട് എന്നാണ് അത്. ഞങ്ങൾ തിരിച്ചു വരുന്നവരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോയവരെല്ലാവരും കൂടി എയർപോർട്ടിൽ ഒത്തുകൂടിയതാണ്. അരവിന്ദ്, ഞങ്ങളുടെ ടൂർ മാനേജർ അരവിന്ദ്. പിന്നെ കൊച്ചി എയർപോർട്ടിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെട്ടത് പ്രോവിഡൻസിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന രമണി, ഹസ്ബൻഡ് രാമചന്ദ്രൻ. അവർ കോഴിക്കോട്ടുകാർ തന്നെയാണ്. പിന്നീട് ഞങ്ങൾ നേരെ പോയത് ലഞ്ച് കഴിക്കാൻ. ഒരു 11:45 ഗുവാഹട്ടിയിൽ എത്തിയത്. നേരെ ലഞ്ച് കഴിക്കാൻ മറ്റേ എയർപോർട്ടിൻ്റെ ഏകദേശം അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെയായിരുന്നു. വളരെ നല്ല ഭക്ഷണമായിരുന്നു അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മാ കാമാഖ്യ ടെമ്പിൾ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെമ്പിളാണ്. സതീദേവിയുടെ ടെമ്പിളാണ് അത്. വളരെ നല്ല തിരക്കുണ്ടാവും. 2-3 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ നല്ലോണം പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചു. അമ്പലത്തിലെ ചുറ്റിലുള്ള ഓരോരോ ഇതാണ് ഞാൻ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ളത്. കാമാഖ്യ ടെമ്പിൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഷില്ലോങ്ങിലേക്ക് പോയി. ഷില്ലോങ്ങിലായിരുന്നു 3 ദിവസം ഉണ്ടായിരുന്നത്. ഷില്ലോങ്ങിൽ നല്ല തണുപ്പായിരുന്നു, 14 ഡിഗ്രി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സാധാരണ നമുക്കിങ്ങനെ ഇഡ്ഡലിയും അങ്ങനത്തെ ഒന്നും അധികം കിട്ടാറില്ല. ഇതെല്ലാം ഉണ്ടായിരുന്നു. വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. ഈ വീഡിയോയിൽ ഫുള്ള് ഉൾപ്പെടുത്തിയിട്ടില്ല. കാസിരംഗ നാഷണൽ പാർക്കും ഡോൺ ബോസ്കോ മ്യൂസിയവും വേറെ കാണിക്കുന്നതാണ്. പിന്നീട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഹോട്ടലിലെ ഫോട്ടോ ആണ് ഇതുള്ളത്. പിന്നീട് ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസ്, ഇത് ശോഭ മാഡം, ഇന്ദിര മാഡം, പിന്നെ രമണി മാഡം, അങ്ങനെ 2-3 പേരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നീട് പോയത് ഉമിയാം ലേക്കിലേക്കാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഈ ലേക്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. 1960s തുടങ്ങിയതാണ്. ഇതാണ് ഞങ്ങളുടെ ടൂർ മാനേജർ അരവിന്ദ്. പിന്നെ ഇത് ലോക്കൽ ഗൈഡ് കനക്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് എലിഫൻറ്റ് ഫോൾസിലേക്കാണ്. അവിടെ ഇതുപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് റാണി കുര്യാക്കോസ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ആർവ കേവിലേക്കാണ്. അത് ഒരു 300 മീറ്ററോളം, ഏകദേശം 20 മിനിറ്റ് എടുക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പുറത്ത് വരണമെങ്കിൽ. വളരെ പഴയതായിട്ടുള്ള
ഒരു നാച്ചുറൽ കേവാണിത്. ഒരു 20 മിനിറ്റൊക്കെ എടുത്തും അതിൻ്റെ ഉള്ളിൽ പോയി വരണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതിൻ്റെ അകത്ത് പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതിപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ വളരെ ഇരുട്ടായിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തന്നെ പേടിയാവും. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് ഓറഞ്ച് റൂട്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ് എന്ന് പറയും, അത് കാണാൻ വേണ്ടി പോയി. പിന്നീട് പോയത് ഗാർഡൻ ഓഫ് കേവ്സ്. അത് ഇതുപോലെ അപ്പോഴേക്കും 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 4:30 സൺസെറ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ തീരെ വെളിച്ചമൊന്നുമില്ലാത്തൊരു കേവാണ്. ഞങ്ങൾ കുറച്ച് വഴി പോയി തിരിച്ചു വന്നു. പിന്നെ അവിടെ ദവ എന്ന് പറഞ്ഞ് ഒരു ഹോളി വാട്ടർ, റോക്കിൽ നിന്ന് വരുന്നൊരു വെള്ളമുണ്ട്. അത് വളരെ ഹെൽത്തി വാട്ടർ എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ഒരു ബാംബു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജിൽ കൂടെയാണ് ഞങ്ങൾ ആ വെള്ളം എടുക്കാൻ വേണ്ടി പോയത്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഫുള്ള് പോവാതെ കേവിലേക്ക് പോവാതെ തിരിച്ചു വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ മറ്റവർ വരുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പം എല്ലാവരെയും ഒന്ന് കാണിച്ചതാണ്. ഞങ്ങളെല്ലാം റെഡിയായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് ശോഭ മാഡം, ഹസ്ബൻഡും. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ബംഗ്ലാദേശ് ബോർഡറിലാണ്. ബംഗ്ലാദേശ് ബോർഡറിൻ്റെ ഈ സൈഡേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. മറ്റിടത്തേക്ക് അവിടെ ഭയങ്കര ഇതൊക്കെയാണ്, അങ്ങോട്ട് കടക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ബോർഡറിൽ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അത് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. ബോട്ടിങ് ദാവ്കി എന്നുള്ള സ്ഥലത്ത് ഉൻഗോട്ട് റിവർ എന്ന് പറയും, ആ റിവറിലായിരുന്നു ബോട്ടിങ് നടത്തിയിരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകത ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. നമ്മൾ ഈ ബോട്ടിങ്ങിന് പോകുന്നത് ഭയങ്കര രസമായിരുന്നു അതിൽ ബോട്ടിങ്ങിൽ പോകാൻ, അത്രയും ക്ലിയർ വാട്ടർ. അങ്ങനെ ഞങ്ങളൊരു അരമണിക്കൂർ അധികം അതിൽ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു ബോട്ടിൽ 3 പേര് വീതം പോകാൻ പാടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ, പ്രൊഫസർ രമണിയും ഹസ്ബൻഡും ഞാനും കൂടിയാണ് ഒരു ബോട്ടിൽ പോയിരുന്നത്. ഈ
ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഏരിയ ആണ്. അവിടുന്ന് നമുക്ക് ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സീനൊക്കെ കാണാൻ പറ്റും. ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു അവിടെ. പിന്നീട് നമ്മൾ പോയത് സിംഗിൾ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയും. അതായത് ഒരു റൂട്ടിൽ നിന്നുള്ള അതുകൊണ്ട് പാലം പോലെ ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയതാണ്. അവിടെ ഞങ്ങളിതുപോലെ കാണാൻ പോയി. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് മൗലിനോക് വില്ലേജ് എന്ന് പറയും. അത് ദ ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. വളരെ നല്ല ഇതായിരുന്നു. നമ്മൾ അതൊക്കെ കൂടെയൊക്കെ പോയി. ഇത് ഞങ്ങളവിടെ പോലീസ് ബസാർ മാർക്കറ്റിൽ പോയപ്പം അവിടെ BSFലുള്ള ഒരു ആലപ്പുഴക്കാരൻ വന്ന് ഞങ്ങളെ പരിചയപ്പെട്ട് ഫോട്ടോ എടുത്തതാണ്. ഇത് ഞങ്ങളുടെ കൂടെ യാത്രയ്ക്കുണ്ടായിരുന്നവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ അഡീഷണൽ ഇട്ടതാണ്. ഇത് ഡോക്ടർ കൃഷ്ണപ്രിയയും ഫാമിലിയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ പ്രായം കുറഞ്ഞ ആളാണ്. ലാസ്റ്റ് ഡേ ഞങ്ങൾ ലേഡീസ് മാത്രം ജെൻസ് മാത്രമായിട്ടൊക്കെ ഫോട്ടോസ് എടുത്തതാണിത്. ലാസ്റ്റ് ഡേ ഹോട്ടലിൽ ബിഹു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ആണിത്. അങ്ങനെ നമ്മൾ 4 മണിക്ക് ഗോഹട്ടിയിൽ നിന്ന് ഹൈദരാബാദ് വഴിയുള്ള ഫ്ലൈറ്റിനാണ് വന്നത്. ഫ്ലൈറ്റിൽ ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് കഴിയുമ്പോൾ മിനിയും ഹസ്ബൻഡും എൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ ആ ഫോട്ടോ ആണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പുലർച്ചെ 1:30 മണിക്ക് ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങി. 1:30 മണിക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ അങ്കമാലിയിൽ നിന്ന് ട്രെയിൻ പിടിച്ച് 6 മണിക്ക് കോഴിക്കോട് എത്തി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും.